ഹലോ, ഇന്ന് നമുക്കൊരു തുളസി ചായ ആയാലോ? തുളസിയുടെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടാലോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഡൈജഷൻ പ്രോപ്പറാക്കാനും എന്തിന് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പോലും തുളസി ഭയങ്കര നല്ലതല്ലേ. ആദ്യം തന്നെ കുറച്ച് ഫ്രഷ് ആയ തുളസി ഇലകൾ കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കാം. ഒരു കപ്പ് ചായയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 ഇലകൾ മതിയാവും. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ലെന്നേ, തുളസിയല്ലേ, നല്ലതല്ലേ. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഈ കഴുകി വെച്ച തുളസി ഇലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ തിളച്ച ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. കുറച്ചധികം നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം ആവശ്യത്തിന് തേനും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്താൽ സംഭവം ഉഷാറായി. എന്തായാലും തേയിലയും പഞ്ചസാരയും ഒക്കെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഇനി രാവിലത്തെ ചായ ഒന്ന് മാറ്റി പിടിച്ചേ. പകരം നമ്മുടെ തുളസി ചായ എടുത്ത് മുറ്റത്തെ തുളസിച്ചെടിയോട് 2 കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് കുടിച്ചു നോക്കിയേ. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.